ദൈവത്തിരുന്നാൾ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആണ്ടിൻ്റെ ലാസ്റ്റ് സൺഡേയിൽ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് ബലപ്പെടുത്തി ഓർത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമഹത്വം അതിശക്തിയോടെ ഇറങ്ങി വരുന്ന കാണുവാൻ കർത്താവ് ഇടയാക്കി. അതോർത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. പല ആലോചനകൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, ചില ദിവസങ്ങൾ കൂടെ കടന്നുപോയാൽ ഹല്ലേലൂയ നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കും. നമുക്കറിയാം, നമുക്കിഷ്ടമില്ലെങ്കിലും നമ്മളെ വിടാതെ പിൻപറ്റിയ ഒരു രോഗാത്മാവും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. കോവിഡ് എന്ന ആ മഹാമാരി 2020 ആരംഭിച്ചു. ഇന്ന് വരെയും ലോകത്തിലെ മനുഷ്യർക്കൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയ വർഷത്തിലേക്കും അത് കയറുന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ കണ്ടിട്ടുള്ളവർ, ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം സൂക്ഷിച്ചു. ജീസസ് ഹല്ലേലൂയ. ദൈവത്തിന് മഹാകൃപയെന്നല്ലാതെ ഒന്നും പറയാനില്ല. അല്ലെങ്കിൽ നമ്മുടെ ആരുടെയും കഴിവും എടുക്കും സാമർഥ്യമോ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൊണ്ടോ ഒന്നുമല്ല. കർത്താവിൻ്റെ മഹാകൃപ, ആ കൃപയൊന്ന് മാത്രമാണ് നാം ആയിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ട്, ഒന്നുമില്ലാത്തൊരാരുമില്ല. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വൈറസ് കൂടെ കയറിയാൽ നിശ്ചയമായും അത് വലിയ പ്രതിസന്ധിയിൽ എത്തിക്കും. എന്നാൽ കൃപയാൽ കർത്താവ് സൂക്ഷിച്ചതോർത്ത് വിജയം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തുതിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ തന്നെ സ്നേഹിക്കുന്നവർക്ക് ഹല്ലേലൂയ എപ്പോഴും ഹല്ലേലൂയ പരിചയായി, സങ്കേതമായി, കോട്ടയായി കൂടെയിരിക്കുന്ന ദൈവമാണ് ജീസസ്. കൈവിടാതെ കരം പിടിച്ചു വഴി നടത്തും ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഇന്ന് ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയ ദൈവമഹത്വം ഇറങ്ങി വരുന്നത് ഹല്ലേലൂയ ആകാശത്തിൽ കാണുന്ന നമ്മൾ ആ വെള്ളിമേഘം അതങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്ന ഒരനുഭവം. അപ്പോൾ തന്നെ വലിയ പ്രകാശം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാഴ്ച, ദൂതന്മാർ ഇറങ്ങി വന്നത് കയറിപ്പോവുകയും ചെയ്യുന്ന ആ സാന്നിധ്യം. ഹല്ലേലൂയ, സ്തോത്രം. അതൊക്കെയും വെളിപ്പെടുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമഹത്വത്തിലേക്ക് ഇങ്ങനെ കയറി ആത്മതലങ്ങളിലേക്ക് കയറി പോകുന്ന അനുഭവം ഉണ്ടാകുവാനിടയായി ജീസസ്. അപ്പോൾ തന്നെ ആ കൂട്ടത്തിൽ ഹല്ലേലൂയ ആറിന്റെ അല്ലെ വലിയ നദിയുടെ മുകളിൽ കൂടെ പോകുന്ന ഒരു പാലം, ആ ആറ്റിൽ നിന്ന് ആ പാലത്തോട് ചേർന്നിട്ട് ആ ആറ്റിനകത്തുനിന്ന് അഗ്നിപർവ്വതം പൊട്ടി പൊങ്ങി വരുന്നത് പോലെ, അഗ്നിപർവ്വതം അല്ല പക്ഷെ അതുപോലെ പൊട്ടി പൊങ്ങി വരുന്ന ഈ പാലത്തിന്റെ മുകളിലേക്ക് പൊങ്ങി വരുന്ന ഒരു കാഴ്ച എന്നെ ദൈവാത്മാവ് കാണിച്ചു. ജീസസ്. ഹല്ലേലൂയ, സ്തോത്രം. തുടർന്ന് പിന്നെയും ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പർവ്വതങ്ങൾ പോലെ നിൽക്കുന്ന അന്ധകാര മണ്ഡലം, ആ ദൈവമഹത്വം ഇറങ്ങി വന്ന് അതിങ്ങനെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പൊങ്ങി നിന്നതിനെ പിന്നെ അവിടെ കണ്ടില്ല. ജീസസ്. ഹല്ലേലൂയ. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം എന്ന് നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ തിരുവനന്തപുരം എന്ന് പറയുവാനിടയായി. തിരുവനന്തപുരത്ത് എന്തോ വലിയത് സംഭവിക്കും. ജീസസ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ സ്റ്റേറ്റിന്റെ തലസ്ഥാനമാണല്ലോ. ഹല്ലേലൂയ. വലിയ സ്തോത്രം. ഹല്ലേലൂയ. പ്രതിസന്ധി വരാതെ അല്ലേ, എന്നാൽ തന്നെ നമുക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയെ തടഞ്ഞു വെക്കുവാൻ കഴിയത്തില്ല. പലരും കോവിഡ് മാറിപ്പോകണമെന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ അല്ല, അതങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം ദൈവം അയച്ചതാണ്. ദൈവത്തിന്റെ കോപം അത്ര ഭയങ്കരമായതുകൊണ്ട് അതിന് ആ ദൈവം അയച്ച മഹാമാരിയാണ്. പക്ഷേ മനുഷ്യൻ അത് വന്നിട്ടും മാനസാന്തരപ്പെടുന്നില്ല. ജീസസ്. ഭയമില്ല അവർക്ക്, ദൈവ ഭയമില്ല. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സ്റ്റേറ്റിൽ, നമ്മുടെ മറ്റു സ്റ്റേറ്റുകളിൽ, നമ്മുടെ രാജ്യത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നോക്കിയാൽ മനസ്സിലാകും.
സ്നേഹത്തിന്റെ കണിക മനുഷ്യനിലില്ല. ജീസസ്. മൃഗങ്ങൾക്ക് എത്രയോ ഭയങ്കര സ്നേഹമാണ് തമ്മിൽ തമ്മിൽ. ജീസസ്. ആരേനി പഴയ കാലത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് മൃഗങ്ങളുടെ ഇടയിൽ നടക്കുന്നത്. അത്ര അവർക്ക് സ്നേഹം വന്നു. എന്നാൽ മനുഷ്യൻ പഴയ കാലത്ത് മൃഗങ്ങൾ എങ്ങനെയായിരുന്നു അതിനേക്കാൾ മോശമായി പോയി. ജീസസ്. അതുകൊണ്ട് പലപ്പോഴും ദൈവം അയക്കുന്ന ബാധകളെ തടയുവാൻ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല. ജീസസ്. ദൈവം അയക്കുന്നത് മനുഷ്യൻ കണ്ട് ദൈവത്തെ ഭയപ്പെട്ട് മാനസാന്തരപ്പെടാനാണ്. ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഈ ആണ്ട് തീർന്ന് നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ചില ദിവസങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. 5 ദിവസങ്ങൾ കഴിഞ്ഞാൽ വെള്ളിയാഴ്ച അർദ്ധരാത്രിയിൽ നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കും. സ്തോത്രം. അടുത്ത വർഷം എന്തെല്ലാം വരാൻ പോകും നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഹല്ലേലൂയ, സന്തോഷത്തിന്റെ വാർത്തകളല്ല നമ്മൾ കേൾക്കുന്നത്. ജീസസ്. എന്നാൽ അതിന്റെ മധ്യത്തിലും ദൈവം തന്റെ ജനത്തെ സൂക്ഷിക്കും, പരിപാലിക്കും. ആര് ഈ പ്രമാണത്തിൽ നിൽക്കുമോ, ആര് ഈ വചനം അനുസരിക്കും, ആ വചനത്തിനു വേണ്ടി നിൽക്കാൻ ആര് തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമോ, ഏത് പ്രതിസന്ധി വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും ഇടറിപ്പോകാതെ പുറകോട്ട് പോകാതെ ഉറച്ചു നിൽക്കുന്നവരെ കർത്താവ് സൂക്ഷിക്കും. ഹല്ലേലൂയ. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും കർത്താവരെ സൂക്ഷിച്ചിരിക്കും. ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ട് വരാൻ പോകുന്ന നാളുകളെ ഓർത്ത് ദൈവജനം ഭാരപ്പെടണ്ട, ആകുലപ്പെടണ്ട, എപ്രാളം പിടിക്കണ്ട. ഒറ്റ കാര്യം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, ക്ഷീണിച്ചു പോകാതെ പ്രാർത്ഥിക്കുക, കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. വചനം വായിക്കുക, അതിൽ ഉറയ്ക്കുക, ആരാധിക്കുക. ദൈവമഹത്വം ആരാധിച്ച് നമ്മുടെ മേൽ വെളിപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കയറി വരുവാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കുക. വൈശാലീയ ശക്തികൾ ഏകാഗ്രത എടുത്തുവാൻ, പ്രാർത്ഥിപ്പിക്കാതിരിക്കുവാൻ, ആരെ വചനം വായിക്കാതിരിക്കാനൊക്കെയുള്ള എല്ലാ പണികളും ഒപ്പിക്കും. സമയം ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും സമയമില്ലാത്തതുപോലെ കാര്യങ്ങൾ പോകും. പക്ഷെ അതിന്റെ മധ്യത്തിൽ നമ്മൾ ഉത്സാഹത്തോടും ആർത്തിയോടും കാര്യങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതിനായി നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പറഞ്ഞ ഒരു വചനമാണ്. വളരെ പരിചയമുള്ളതാണ്. അനേക ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എങ്കിലും അതിൽ കൂടെ കർത്താവി ആണ്ടിന്റെ അവസാനത്തെ ഞായറാഴ്ച നമ്മളോട് ഇടപെടുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹബക്കൂക്കിന്റെ പ്രവചനം അതിന്റെ 3-ാം അധ്യായം. ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്യം, അതിന്റെ 1-ാം വാക്യം എന്ന് പറയുന്നത് ഒരു പരിചയപ്പെടുത്തലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ 3-ാം അധ്യായം എന്തുവാണെന്നാണ് അവിടെ 1-ാം വാക്യത്തിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം. അതാ 1-ാം വാക്യം. 2-ാം വാക്യം, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുൻപേ അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ. ഹല്ലേലൂയ. മതി. സ്തോത്രം. ഹല്ലേലൂയ. ഹബക്കൂക്ക് പ്രവാചകൻ സ്തോത്രം. ഹല്ലേലൂയ. 2-ാം അധ്യായം തുടങ്ങുമ്പോൾ അവിടെ ഹല്ലേലൂയ സ്തോത്രം അദ്ദേഹം പറയുന്നത്, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്റെ യഹോവ എന്നോട് എന്ത് അരുളി ചെയ്യും എന്നും എന്റെ ആപരാധി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. എന്നിട്ട് യഹോവ എന്നോട് ഉത്തരം അരുളിയത്, ആ അരുളപ്പാടും താഴെ പറയുന്നു. അപ്പൊ ഈ ഹല്ലേലൂയ കാര്യങ്ങളൊക്കെ ഹല്ലേലൂയ അങ്ങനെ പറഞ്ഞ്
താഴോട്ട് വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട് സ്തോത്രം, ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. രക്തപാതം കൊണ്ട് പട്ടണം പണിയുകയും നീതി കൊണ്ട് നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. നമ്മൾ ആദ്യം വായിച്ച ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. സ്വത്രം പ്രിയമുള്ളവരെ, ന്യായവിധിയിൽ ഹല്ലേലൂയ സ്വത്രം നമ്മൾ പറയുന്നതും ഹല്ലേലൂയ നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാതെ പോയതും അനുസരിക്കാത്തതുമായ കാര്യങ്ങളൊക്കെ ഈ മണ്ണും കല്ലും എല്ലാം വിളിച്ചു പറയും. ജീസസ്. നമ്മൾ കാണുന്ന തടി വിളിച്ചു പറയും. ഇതെല്ലാം കർത്താവ് വിളിക്കും സാക്ഷ്യം പറയാനായിട്ട്. ജീസസ്. നമുക്ക് പലപ്പോഴും സത്യസുവിശേഷം കേട്ടാൽ അല്ലെങ്കിൽ സത്യവചനം കേട്ടാൽ അനേകർക്ക് ഇന്ന് അനുസരിക്കാൻ പ്രയാസമാണ്. പക്ഷെ ന്യായവിധിയുടെ മുമ്പിൽ ഇത് പറയുന്നത് കേട്ട ആകാശമുണ്ട്. ഞാൻ ആകാശത്തെയും ഭൂമിയെയും വിളിക്കും. ഹല്ലേലൂയ. അപ്പം ഈ ഹല്ലേലൂയ നമ്മുടെ ശബ്ദം റെക്കോർഡ് ചെയ്തിട്ട് അത് തിരിച്ചു കേൾക്കുന്നത് പോലെ തന്നെ ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ ശബ്ദം നിൽക്കുന്നുണ്ട്. അത് കേട്ട ഈ ചുവരുകളുണ്ട്, കഥകളുണ്ട്, ഈ കഥകിന്റെ തടിയുണ്ട്. ഇവരെല്ലാം അത് കേട്ട് നമുക്ക് തോന്നും ഇത് നിർജീവമാ, ചെതലും പിടിച്ച് അല്ലെ ഇത് നശിച്ച് മണ്ണിൽ ചേരും. പക്ഷേ ന്യായവിധിയുടെ സമയത്ത് ദൈവത്തിന്റെ അപ്രമാദിത്യ നിമിത്തം, അപ്രമേയ ശക്തി നിമിത്തം ഇതിനെ തിരിച്ചു വിളിച്ചു വരുത്തി അതിനെ കൊണ്ട് പറയിപ്പിക്കും. ഹല്ലേലൂയ. പോട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഹല്ലേലൂയ സ്തോത്രം അവിടെ പിന്നെ താഴെ പണിക്കാരന്റെ പണിയെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പോട്ടെ. 3-ാം അധ്യായം തുടങ്ങുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാണ് ഹബക്കൂക്ക് പ്രവാചകൻ. ജീസസ്. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയുടെ അതൊരു പാട്ട് പോലെയാണ് എഴുതിയിരിക്കുന്നതെങ്കിലും തുടക്കത്തിൽ പറഞ്ഞ് നോക്കിയേ, വിഭ്രമരാഗത്തിൽ, ആ രാഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. വിഭ്രമരാഗത്തിൽ, ഭയത്തോടെയുള്ള രാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം. എന്നിട്ട് തുടങ്ങിയാണ്, യഹോവേ ഞാൻ നിന്റെ കേൾവി കേട്ട്. അയ്യോ ഹല്ലേലൂയ. പ്രവാചകൻ പറയുന്നുണ്ട്, യഹോവേ അങ്ങയെ കുറിച്ചുള്ള കേൾവി ഞാൻ കേട്ടപ്പോൾ ഭയപ്പെട്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം ഇന്ന് മനുഷ്യന് ഈ കാണുന്ന പ്രപഞ്ചങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തി അഥവാ ദൈവമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ മനുഷ്യൻ തന്നെ അഹങ്കാരത്തിലും ഉന്നത ഭാവത്തിലും ഹല്ലേലൂയ ഞാൻ സംതിങ് ആണെന്നുള്ള ആ ചിന്തയിലും അംഗീകരിക്കലത്. ജീസസ്. പിന്നെ അവരെന്ത് ചെയ്യും? ജീവനില്ലാത്തതിന് മുമ്പിൽ പോയി വളർന്നു. ജീസസ്. ഇവിടെ പ്രവാചകൻ പറയുന്നു, യഹോവേ അങ്ങയുടെ കേൾവി കേട്ട് ഞാൻ ഭയപ്പെട്ടു പോയി. സ്തോത്രം. അപ്പം എന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്, എന്നെ ശ്രദ്ധിക്കുന്ന ഒരാളുണ്ട്, എന്നേക്ക് ആദ്യം ഞാൻ എന്തായി തീരുമെന്ന് കാണാൻ നോക്കിയിരിക്കുന്ന ഒരാളുണ്ട്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ ഇന്നത്തെ പല കാര്യങ്ങളും ചെയ്യില്ല. പല ക്രൂരമായ പ്രവൃത്തികളും മനുഷ്യൻ ചെയ്യത്തില്ല. സ്തോത്രം. ഒന്നും വേണ്ട, എന്നെ കാത്തിരിക്കുന്ന ചിലരും എന്റെ വീട്ടിലുണ്ടെന്നുള്ള ബോധം വന്നാൽ പോലും ആരെയും മനുഷ്യൻ ഇന്നത്തെ ക്രൂരതകൾ ചെയ്യത്തില്ല. ജീസസ്. ഇവിടെ പ്രവാചകൻ ദൈവത്തെ കുറിച്ചുള്ള കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, എന്നെ പറഞ്ഞു, ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അങ്ങയുടെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം ഹല്ലേലൂയ ലോകസ്ഥാപനത്തിനു മുമ്പേ നിർണയിച്ചതും താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതുമായ വാഗ്ദത്തങ്ങൾ അതാതിന്റെ സമയത്താ വെളിപ്പെട്ടു വരുന്നേ. ജീസസ്. ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞാൽ ദൈവം അബ്രഹാമിനെ വിളിച്ചത് വെറുതെ വിളിച്ചതല്ല. സ്തോത്രം. ഹല്ലേലൂയ. താൻ സൃഷ്ടിച്ച മനുഷ്യൻ ജീസസ് തന്നോട് ദ്രോഹിച്ച് പാപം ചെയ്ത് ഹല്ലേലൂയ ദൈവം പറയാത്ത വഴികളിൽ കൂടെ നടന്ന് ഊമ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അവരാണ് ദൈവമെന്ന് പറഞ്ഞ് അവരെ സേവിച്ച് മ്ലേച്ഛത പ്രവർത്തിച്ച് പിശാചിന്റെ പണിയാളുകളായി പിശാചിന്റെ ഇഷ്ടത്തിന്
ജീവിച്ചപ്പോൾ ദൈവം വിഭാവനം ചെയ്ത ആ ഹല്ലേലൂയ സ്തോത്രം ദൈവിക പാരമ്പര്യവും ആ ദൈവിക പദ്ധതികളെയും തകിടം മറിഞ്ഞപ്പോൾ ഓരോ കാലത്തിൽ തനിക്ക് വേണ്ടി വേർതിരിഞ്ഞു നിൽക്കുന്ന ഒരു തലമുറയെ ദൈവം കണ്ടിരുന്നു. അങ്ങനെ കണ്ട ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ആ അബ്രഹാമിനെ ജനിക്കുന്നതിന് മുൻപേ അബ്രഹാമിനെ കണ്ട ദൈവം. യിരെമ്യാ പ്രവാചകനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. നിന്റെ അമ്മയുടെ ഗർഭത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു, എന്നെ വിശുദ്ധീകരിച്ചു. ജീസസ്. ഇതുപോലെയാണ് അബ്രഹാം ആ തലമുറയിൽ വിശ്വസ്തനും നീതിമാനുമായിരിക്കുമെന്ന് ദൈവം കണ്ടു. ജീസസ്. അങ്ങനെയാണ് തൻ്റെ ഒരു കാലം തൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുവാൻ ദൈവം അനുവദിച്ചു. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന കുടുംബമായിരുന്നു ആ പശ്ചാത്തലമെങ്കിലും 75 വയസ്സായപ്പോൾ ദൈവം വിളിച്ചു. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോണം. നീ എന്ത് ചെയ്യണം? നിന്റെ ദേശത്തെ ചാർച്ചക്കാരെ പിതൃഭവനത്തെ ഇട്ടിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. അങ്ങനെ അബ്രഹാം ആ ദൈവ ശബ്ദം കേട്ട് അനുസരിച്ച് ഇറങ്ങി പുറപ്പെട്ടു. ജീസസ്. ഹല്ലേലൂയ. അന്ന് അബ്രഹാമിന് മക്കളില്ല. എന്നാൽ ദൈവശബ്ദം കേട്ടാണ് ഇറങ്ങി പുറപ്പെട്ടതെങ്കിലും 25 വർഷം കഴിഞ്ഞപ്പോഴാണ് അബ്രഹാമിന് ദൈവം ഒരു മകനെ കൊടുക്കുന്നത്. അതിന്റെ പിന്നിൽ അനേക കാര്യങ്ങളുണ്ട്, ഞാൻ അവിടേക്ക് പോകുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തിക്ക് ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കുന്നതോ പറയുന്നതോ സമയത്തല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. ജീസസ്. മറ്റാർക്കും അതിനകത്ത് പ്രശംസ പറയാൻ ഇടയില്ലാത്ത വിധം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം തന്റെ സമയത്ത് പ്രവർത്തിക്കുന്നത്. ജീസസ്. ഹല്ലേലൂയ. നമുക്കറിയാം. അങ്ങനെ ഇവിടെ പ്രവാചകൻ പറഞ്ഞ വാക്കാര്യം നോക്കിക്കേ. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. അതെ. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം വെളിപ്പെട്ട് വരുമ്പോൾ മഹത്വമേറിയതായിരിക്കും. ഇവിടെ അബ്രഹാമിന് 100 വയസ്സായപ്പോഴേക്കും ലോകപ്രകാരം താൻ ഹല്ലേലൂയ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വൃദ്ധനായി പോയി. മാനുഷിക നിലയിൽ ഒരു കുഞ്ഞ് ലഭിക്കാനുള്ള പ്രാപ്തി തനിക്കില്ലാതെ പോയി. അമ്മച്ചിക്കും അത് തന്നെ സംഭവിച്ചു. ഹല്ലേലൂയ. രണ്ടുപേരും വൃദ്ധനും വൃദ്ധയുമായി. പക്ഷേ ദൈവം ഇവിടെ പറയുന്ന യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ അങ്ങയുടെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ. അതിനകത്തൂടെ വെളിപ്പെടുന്ന ആ വചനത്തിന്റെ ശക്തി ഏറ്റെടുക്കട്ടെ. ആണ്ടുകൾ കഴിയുമ്പേ ദൈവത്തിന്റെ പ്രവൃത്തി ജീവനുള്ളതായി വെളിപ്പെട്ടു വരുമ്പോൾ നിങ്ങളുടെ അവസ്ഥ വിഷയമല്ല, നിങ്ങളുടെ നിസ്സഹായത വിഷയമല്ല, നിങ്ങളുടെ പ്രയാസങ്ങൾ വിഷയമല്ല, ഒന്നുമില്ലായ്മ വിഷയമല്ല. ദൈവത്തിന്റെ പ്രവൃത്തി ജീവനുള്ളതായി വെളിപ്പെട്ടു വരികയാണ്. ജീസസ്. ആണ്ടുകൾ കഴിയും മുമ്പേ അങ്ങയുടെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ. കേട്ടോ? സ്തോത്രം. ഹല്ലേലൂയ. മാനുഷിക നിലയിൽ അസാധ്യമാണ്. പക്ഷേ ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവത്തിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കുന്നതായി വെളിപ്പെട്ടു വരുമ്പോൾ മാനുഷികമായ നിലകളിൽ അസാധ്യമായതോ പ്രതികൂലമായി നിൽക്കുന്നതോ ഇനി ഒരു സാധ്യതയില്ലെന്ന് പറയുന്നതോ ഒന്നും ദൈവത്തിനൊരു വിഷയമല്ല. ഹല്ലേലൂയ. സ്തോത്രം. വെളിപ്പെട്ടു വരുന്നത് അതാ ആണ്ടുകൾ കഴിയും മുമ്പേ. അപ്പൊ ദൈവത്തിന്റെ ഒരു സമയമുണ്ട്. ആ സമയത്ത് പ്രവൃത്തി ജീവനുള്ളതായി വെളിപ്പെട്ടു വരും. കാണുന്നവർ കേൾക്കുന്നവർ അത്ഭുതപ്പെടും. ഹല്ലേലൂയ. മറ്റൊരു സംഭവം കൂടെ ഹല്ലേലൂയ നമ്മള് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സക്കറിയ പ്രവാചകൻ ഹല്ലേലൂയ തന്റെ ഭാര്യ എലിസബത്ത് ഹല്ലേലൂയ അവര് ഇരുവരും ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കും, ഇരുവരും വയസ്സ് ചെന്നവരും വൃദ്ധരുമായിരുന്നു.
ജീസസ്. പക്ഷേ അവർ ദൈവസന്നിധി വിശ്വസ്തരായിരുന്നു, നീതിയുള്ളവരായിരുന്നു. ദൈവത്തിന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നവരല്ലായിരുന്നു. പക്ഷേ അവർക്ക് മക്കളില്ലായിരുന്നു. ജീസസ്. എന്നാൽ ഹല്ലേലൂയ, അവർ ദൈവത്തിന്റെ സമയമായപ്പോൾ, അഥവാ യേശു പിറക്കുന്നതിന് മുമ്പ്, യേശുവിന് മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു വന്ന് യോർദാന്റെ കരയിൽ ഹല്ലേലൂയ മാനസാന്തരത്തിന്റെ ആ സന്ദേശം വിളിച്ചു പറയണമെന്നുള്ള, അഥവാ യേശുവിന് വേണ്ടി വഴിയൊരുക്കുന്നവൻ വെളിപ്പെടണമെന്നുള്ള ദൈവിക പദ്ധതിയുടെ സമയമായപ്പോൾ ഇതാ സന്ദേശവുമായി ദൂതൻ ഇറങ്ങി വന്നു. ആലയത്തിൽ വിശുദ്ധ സ്ഥലത്ത് ധൂപം കാണിച്ചുകൊണ്ട് നിന്ന സക്കറിയാവിന്റെ അടുക്കൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട്, സക്കറിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. സക്കറിയാവുടെ സംശയം പ്രകടിപ്പിച്ചപ്പോൾ ദൂതൻ പറഞ്ഞൊരാലോചന, ഇത് കാണുന്നതുവരെ നീ മൗനമായിരിക്കും, നീ സംസാരിക്കത്തില്ല. ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, കണ്ടോ? ഹല്ലേലൂയ. യോഹന്നാനെ ജനിച്ച്, യോഹന്നാനെ കണ്ട്, യോഹന്നാന്റെ പേര് ഒരു പലകയിൽ യോഹന്നാൻ എന്ന് എഴുതുന്നത് വരെ സക്കറിയാവ് വാതുറന്നില്ല. പേരെഴുതിയ നിമിഷം ഹല്ലേലൂയ സക്കറിയാവിന്റെ വാതുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കേട്ടവരും കണ്ടവരും അത്ഭുതപ്പെട്ടു പോയി. ദൈവത്തിന്റെ പ്രവൃത്തി നോക്കി. ആണ്ടുകൾ കഴിയും മുമ്പേ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ എന്ന് പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരുന്ന നോക്കിക്കേ. അസാധ്യമെന്ന് ലോകം വിധി എഴുതിയ സ്ഥാനത്താണ് മഹത്വകരമായ പ്രവൃത്തി വെളിപ്പെട്ടു വരുന്നത്. എല്ലാവരും വിചാരിച്ചു, യോഹന്നാൻ എന്തോ ദർശനം കണ്ടു, പേടിച്ചു, ഊമനായി പോയി, ഇനി വാ തുറക്കത്തില്ല. ജീസസ്. രണ്ടുപേരും വൃദ്ധരാണ്, അതുകൊണ്ട് ഇനി അവർക്ക് മക്കളും ഉണ്ടാകത്തില്ല, പാവം ആര് സഹായിക്കും എന്നൊക്കെ ലോകം പറഞ്ഞു. പക്ഷെ നോക്കിക്കേ, ആ ലോകം അങ്ങനെ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ സമയമായപ്പോൾ അത്ഭുതകരമായ പ്രവൃത്തി വെളിപ്പെട്ടു വന്നു. ഹല്ലേലൂയ, സ്തോത്രം. മച്ചി എന്ന് വിധി എഴുതിയിരുന്ന അമ്മച്ചിനെ ഗർഭം ധരിച്ചു. ജീസസ്. സമയമായപ്പോൾ പ്രസവിച്ചു. ആ ജനം കണ്ട് അത്ഭുതപ്പെട്ടു. പോരാ, പേരിടേണ്ട സമയമായപ്പോൾ പേര് അവന് പ്രതീക്ഷിക്കാത്തൊരു പേര് പലരും എഴുതി കാണിക്കാണ്. യോഹന്നാൻ. പേരെഴുതിയ നിമിഷം സക്കറിയാവിന്റെ വാ തുറന്നു. ഓ ജീസസ്. കഴിഞ്ഞ നാളുകളിൽ അടഞ്ഞുപോയത്, ഹല്ലേലൂയ, ഇനി വെളിപ്പെടുകയില്ലെന്ന് വാദിച്ചത്, ഇന്ന് പകൽക്കാലം വചനത്തിന്റെ ശക്തിയാൽ തുറക്കാൻ പോവുകയാണ്. ദൈവിക വാഗ്ദത്തത്തിന്റെ നിവൃത്തിയുടെ സമയമായെങ്കിൽ നിശ്ചയമായും അത് വെളിപ്പെടാൻ പോവുകയാണ്. ദൈവിക വാഗ്ദത്തം മഹത്വത്തോടെ ജീവനുള്ളതായി വെളിപ്പെട്ടു വന്നു മുൻപിൽ. നോക്കി, ഇവിടെ ആണ്ടുകൾ കഴിയുമ്പോൾ പ്രവൃത്തി ജീവിപ്പിക്കണമെന്ന് പ്രവാചകൻ പറയുമ്പോൾ ജീവനുള്ളതായി വിടുതൽ ഇവരുടെ കയ്യിൽ വന്നു. ജീവനുള്ളതായി, ആ ജീവനുള്ളതായ വിടുതൽ കണ്ടപ്പോൾ അടുത്തവണ ഇതേ അടഞ്ഞുപോയ വായ തുറന്നു വന്നെങ്കിൽ ഇന്ന് പകൽ കേൾക്കുന്ന ചിലർക്ക് വേണ്ടി ഇങ്ങനെയുള്ള ചില ജീവനുള്ള വിടുതലും അതിനോട് ചേർന്ന് തുറന്നു വരുന്ന ചില വിടുതലും വെളിപ്പെടാൻ പോവുകയാണ്. In the mighty name of Jesus. ഓ, ഞാൻ ആത്മാവിൽ കാണുകയാണ് ശക്തമേറിയ ദൈവ സാന്നിധ്യം. വലിയ വലിയ വെള്ളപ്പൊക്കത്തിൽ, ഫ്ലാഷ് ഫ്ലഡിൽ നദി ഒഴുകി വരുന്നത് പോലെയുള്ള വലിയ ദൈവ സാന്നിധ്യത്തിന്റെ ശക്തമേറിയ ഒഴുക്ക് ചില വിഷയത്തിന് വേണ്ടി ഇറങ്ങിയെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ശക്തമായി നിന്ന് പോരാടിയത്, മുന്നോട്ട് വിടുകയില്ലെന്ന് വാദിച്ചത്, ഇതിനൊരു വിടുതലില്ലെന്നും പറഞ്ഞ് വാദിച്ചു നിന്നതിന്റെ മേൽ അതിശക്തമേറിയ ആത്മാവിന്റെ പ്രവാഹം ഇറങ്ങുകയാണ്. ചില ജീവനുള്ള വിടുതലുകൾ നിങ്ങളുടെ കരുത്തിൽ ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ആരെ അടഞ്ഞിരുന്ന ചിലത് തുറക്കാൻ പോവുകയാണ്. വെറുതെ തുറക്കുകയല്ല ചെയ്തത്. അത് തുറന്നപ്പോൾ അവിടെ സക്കറിയ പുരോഹിതൻ പ്രവചിക്കുകയായിരുന്നു. ഹല്ലേലൂയ.
പ്രവചിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ കേട്ടോ പ്രിയമുള്ളവരെ, ആർത്തിയോടെ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് വരെ കേൾക്കാത്ത ചില ദൂതുകൾ വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. ഇന്ന് വരെ കേൾക്കാത്ത ചില ദൂതുകൾ അതിൽ കൂടെ വെളിപ്പെടാൻ പോവുകയാണ്. ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവത്തിന്റെ പ്രവൃത്തി ജീവനോടെ വെളിപ്പെടുമ്പോൾ, ദൈവത്തിന്റെ പ്രവൃത്തികളൊന്നും ജീവനില്ലാത്തതല്ല, അതെല്ലാം ജീവനുള്ളതായി വെളിപ്പെട്ടു വരുമ്പോൾ ഹല്ലേലൂയ, നോക്കി തുറന്ന ഇടത്തുനിന്ന് ഒരു പ്രവചന ശബ്ദമാണ് വെളിപ്പെട്ടു വരുന്നത്. ജീസസ് അതിൽ കൂടെ അന്ന് വരെ കേൾക്കാത്ത ആലോചനയ ജനം കേട്ടതെങ്കിൽ ആർത്തികളോർ സ്വീകരിക്കട്ടെ. ഇന്ന് വരെ കേൾക്കാത്ത ചില ആലോചനകൾ നിങ്ങളിൽ കൂടെ ദൈവാത്മാവ് അറിയിപ്പിക്കുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ജീസസ് Thank you, Holy Spirit. Oh, thank you, Holy Spirit. Thank you, Jesus. Hallelujah. Thank you, Jesus. Thank you, Jesus. Nura Rabara Haraga Ragadara, Hatura Ragadara, Handala Provaragasti, Astal Pravara, Regal Karagara, Atagara Gataga, Regal Karaga, Artha Raja, Handal Pravara, Ragade Ramadi, Handal Provaragasti, Astala Pravaraga, Ragade Ramadi, with Kapali, Adelia, Bahalelia, Alia, Diamond Timanano, Cherry Bomba, Adabo, on the Veneta, at the Kati Tagandu, the Kacha, the Magani. Juda Rabada, Handala Badura, Baura Rabada, Haraga, Rigadala. Thank you, Holy Spirit. Namni Parishudhatmave. Oh Jesus. Hallelujah. Our provided ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഒന്നാം പാഠം നോക്കിക്കേ. ഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ അങ്ങയുടെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. അങ്ങനെയെങ്കിൽ 5 ദിവസത്തിനുള്ളിലും ചിലത് പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ഈ 5 ദിവസത്തിനുള്ളിലും ജീവനുള്ള ചില വിടുതലുകൾ വെളിപ്പെട്ടു വരട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ജീവനുള്ള ചിലത് ഈ 5 ദിവസത്തിനുള്ളിൽ വെളിപ്പെട്ടു വരട്ടെ. ആർത്തിയോടെ സ്വീകരിക്കുന്നവരിലേക്ക് വചനത്തിന്റെ ശക്തമായ ക്രിയ വെളിപ്പെട്ടു വന്നിരിക്കും. താങ്ക് യു ജീസസ്. അടുത്ത പ്രവാചകൻ പറയുന്നേ, അതിനെ വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ. അപ്പൊ ഹല്ലേലൂയ, ഇത് വെളിപ്പെടാതിരിക്കുകയാണ്. ഹല്ലേലൂയ. ഏതാ? ദൈവത്തിന്റെ തക്ക സമയത്ത് വെളിപ്പെടേണ്ട വിടുതലുകളെ താമസിപ്പിക്കുകയാണ്, വെളിപ്പെടാതിരിക്കുക. ജീസസ്. ഹല്ലേലൂയ. ഇവിടെ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ജീസസ്. ഹല്ലേലൂയ. ജീസസ്. നമുക്കറിയാം അബ്രഹാമിന്റെ കാര്യം തന്നെ പിന്നെയും വരാം. ഹല്ലേലൂയ. അവിടെ നമുക്കറിയാം അബ്രഹാമിനെ അബദ്ധം കാണിച്ചു, മിസ്രയീമിൽ പോയി. ഹല്ലേലൂയ. അത് ദൈവഹിതമല്ലായിരുന്നു. എങ്കിലും അവിടെ പോയി പാർത്തു. കൂടെ വന്ന ഒരാളുകളെ കൊണ്ടുവന്നു. അത് വലിയ കുഴപ്പമായി. ഇന്നും അത് കുഴപ്പമായി തന്നെ നിൽക്കുക. ജീസസ് പോകട്ടെ കേട്ടോ. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ആ താമസം നീണ്ടുപോയത്, കാലം നീണ്ടുപോയത്. അത് തന്നെയാ പലപ്പോഴും സംഭവിക്കുന്നത്. ഇവിടെ പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന, യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ അങ്ങയുടെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ചിലതിങ്ങനെ ഒതുങ്ങിക്കിടക്കുക. ഹല്ലേലൂയ. പുറത്തു വരാതെ മറഞ്ഞിരിക്കുകയാണ്. പൈശാചിക പ്രവൃത്തികൾ, പൈശാചിക ശക്തികൾ ചില തന്ത്രങ്ങളിൽ കൂടെ, ചില പോരാട്ടങ്ങളിൽ കൂടെ, ഉപായത്താൽ ചതിച്ചുമൊക്കെ എന്ത് ചെയ്യാണ്? അങ്ങോട്ട് അടുത്ത് ചെന്ന് മേടിക്കേണ്ടതിനെ തടഞ്ഞു വെച്ചിരിക്കുക, താമസിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ താമസിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞ്, ആണ്ടുകൾ കഴിയും മുമ്പേ ജീസസ് വെളിപ്പെടുത്തണമേ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആണ്ട് കഴിയാൻ പോവുക. ഈ ഇപ്പോഴത്തെ നമ്മുടെ ആണ്ട് കഴിയാൻ പോകും. പുതിയ ആണ്ടിലേക്ക് നമ്മൾ കയറാൻ. പുതിയ ആണ്ടിലും ആരംഭം മുതൽ വെളിപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഈ വർഷം തീരുന്നതിന് മുൻപ് വെളിപ്പെടേണ്ട ചിലതുണ്ട്.
കഴിഞ്ഞ നാളുകളിലെല്ലാം പൈശാചിക ശക്തികൾ മുഴുവനത്തോടെ നമ്മൾ പ്രത്യേകം ഓർക്കാം. ദൈവജനം അനുഗ്രഹിക്കപ്പെടുന്നത്, അവര് നന്മ പ്രാപിക്കുന്നത്, അവർ സന്തോഷമായി ഇരിക്കുന്നത് പിശാചിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. എങ്ങനെയും ദൈവജനത്തെ ഞെരുക്കണമെന്നും ബുദ്ധിമുട്ടിക്കണമെന്നും അവരെ ടെൻഷൻ പിടിപ്പിക്കണമെന്നും ആകുലപ്പെടുത്തണമെന്നുമുള്ള പദ്ധതിയാണ് പിശാചിനുള്ളത്. അതിനുവേണ്ടി അവൻ തന്ത്രങ്ങൾ മെനയും, ഉപായങ്ങൾ പ്രയോഗിക്കും. ഹല്ലേലൂയ. വെളിച്ചദൂതന്റെ വേഷം ധരിക്കും. ഓരോരോ നിലകളിൽ കടന്നു വന്ന് പോരാടും. അതു നിമിത്തം പലപ്പോഴും നമ്മൾ ആ തന്ത്രത്തിൽ കുടുങ്ങുന്നത് കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരേണ്ടതിനെ വെളിപ്പെടുത്താതെ താമസിപ്പിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ കേൾക്കുന്ന ദൈവജനം വളരെ ശക്തിയോടെ ഏറ്റെടുക്കട്ടെ. ആണ്ടുകൾ കഴിയും മുമ്പേ തന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കുവാൻ ശക്തിയുള്ള ദൈവം. ഹല്ലേലൂയ. നമ്മൾ റോമാലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, മരിച്ചവരെ ജീവിപ്പിക്കുകയും, 4-ാം അധ്യായത്തിൽ 17-ാം വാക്യമാണെന്ന് തോന്നുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. കണ്ടോ, പിശാച് എത്ര പോരാടിയാലും മരിച്ചവരെ ജീവിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചെങ്കിൽ ജീവിപ്പിച്ചിരിക്കും. ജീസസ് അടുത്ത് പറയുന്നു, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അബ്രഹാമിനെ കുറിച്ച് അത് പറയുന്നത്. അപ്പൊ അബ്രഹാം അങ്ങനെയാ വിശ്വസിച്ചത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവം ജീസസ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിച്ചു, എന്റെ മകനെ ഞാൻ യാഗം കഴിച്ചാൽ ആ യാഗപീഠത്തിൽ എരിഞ്ഞു തീരുന്ന മകന്റെ ചാരവും ആ ചാരത്തിൽ നിന്ന് എന്റെ മകനെ തിരിച്ചു തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ട് ധൈര്യത്തോടെ യാഗം കഴിക്കാൻ പോയത്. ഇതായിരുന്നു അബ്രഹാമിന്റെ വിശ്വാസം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ ആണ്ടുകൾ കഴിയും മുമ്പേ പ്രവൃത്തിയെ ജീവിപ്പിക്കണമെന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ പകൽ 5 ദിവസം കൂടെ ഉണ്ട്. ശക്തമായി ഏറ്റെടുക്കുക. ഈ 5 ദിവസത്തിനുള്ളിൽ ഈ ആണ്ട് കഴിയും. 5 ദിവസം കൂടെ കഴിയുമ്പോൾ ഈ വർഷം തീരും. ഈ ആണ്ട് കഴിയും മുമ്പേ ജീവിച്ചു വരേണ്ട ചിലതുണ്ട്. ഹല്ലേലൂയ. ഈ 5 ദിവസം തീരുന്നതിന് മുൻപ് ദൈവിക വാഗ്ദത്ത പ്രകാരം ജീവിച്ചു വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ വെളിപ്പെട്ട് വരേണ്ടതുണ്ട്. അതിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന പൈശാചിക ശക്തികളുടെ മേൽ സർവശക്തിന്റെ തീയിറങ്ങട്ടെ, തീയിറങ്ങട്ടെ. വിശ്വസിക്കുന്നെങ്കിൽ വചനം തീയായി അതിനെ തടയുന്ന പൈശാചിക മണ്ഡലങ്ങളിൽ ഇറങ്ങും. ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടതാണ്, ദൈവമഹത്വം ഇങ്ങനെ ഇറങ്ങി വന്നു താഴേക്ക്. ആ മഹത്വം ഇറങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ പർവ്വതം പോലെ നിന്ന് ഇരുട്ട്. ഹല്ലേലൂയ. പിന്നെ കണ്ടില്ല അവിടെ ജീസസ്. കാരണം ദൈവിക വെളിച്ചത്തിന്റെ മുമ്പിൽ, ദൈവിക സാന്നിധ്യത്തിന്റെ മുൻപിൽ പൈശാചിക ശക്തിയോ ഇരുട്ടോ നിൽക്കത്തില്ല. ആ സ്ഥലം വിട്ടിരിക്കും. ജീസസ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആണ്ടുകൾ കഴിയും മുമ്പേ വെളിപ്പെടേണ്ട ചിലതുണ്ട്. അതെവിടെയോ മറഞ്ഞു നിൽക്കുകയാണ്. ഹല്ലേലൂയ. മൂടി വെച്ചിരിക്കുകയാണ് പിശാച്. അങ്ങനെയെങ്കിൽ ഇനി 5 ദിവസമുണ്ട്. ദൈവത്തിന് ഒരു നിമിഷം മതി. ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് കേൾപ്പിച്ചാൽ ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ 5 നിമിഷം വേണ്ട, 1 നിമിഷം മതി. കാരണം നാം ഞൊടിക്കുന്ന നിമിഷത്തിൽ ഹല്ലേലൂയ സ്വർഗത്തിലെത്താൻ കഴിയുമെങ്കിൽ അതേ 1 നിമിഷം മതി. ദൈവം ഒരു വാക്ക് കേൾപ്പിച്ചാൽ മറഞ്ഞിരിക്കുന്ന വെളിപ്പെട്ട് വന്നിരിക്കും. ഹല്ലേലൂയ. കടന്നു വിശ്വസിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവാത്മാവ് ശക്തമായി ചിലരോടാണ് ഇടപെടുന്നത്. അതാ വെളുപ്രഭാതത്തിൽ ഈ ദൂതന്റെ ഹൃദയത്തിൽ പറഞ്ഞു തന്ന ഈ വചനം പറഞ്ഞു തന്നത് ജീസസ്. ഹല്ലേലൂയ. അതേ, ആണ്ടുകൾ കഴിയും മുമ്പേ ജീവിച്ചു വരേണ്ടതുണ്ട്. അടുത്ത വർഷം വെളിപ്പെടാനുള്ളതുണ്ട്. അത് വന്നോട്ടെ, അത് സമയം വന്നോളും. എന്നാൽ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ
വെളിപ്പെട്ടു വരേണ്ടത്, ജീവിച്ചു വരേണ്ടത് ചിലതുണ്ട്. അത് ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരുവാൻ നമ്മളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ധൈര്യത്തോടെ കർത്താവുമായ ഒരു മൽപ്പിടുത്തം നടത്താം. യാക്കോബ് പറഞ്ഞ പോലെ, യഹോവേ നീ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഒരു മൽപ്പിടുത്തം നടത്താം ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. നമുക്ക് ലഭിക്കാതെ പോയത്, നമ്മുടെ കയ്യിൽ തരാതെ തടഞ്ഞു വെച്ചത് ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരുവാൻ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ, യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഓ, ദൈവത്തിന്റെ പ്രവൃത്തി അതിശക്തിയോടെ വെളിപ്പെട്ടു വരുവാൻ, ജീവനുള്ളതായി വെളിപ്പെട്ടു വരുവാൻ നമുക്ക് അടുത്തിയെല്ലാം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഓ, താങ്ക് യു ജീസസ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധ. ആരൊക്കെയോ ഭാരപ്പെടുന്നവരുണ്ട്, ആരൊക്കെയോ ഞരങ്ങുന്നവരുണ്ട്. ഹല്ലേലൂയ. കോവിഡോടെ വന്നപ്പോഴത്തേനും വലിയ കഷ്ടത്തിലായി പോയവരുണ്ട്. പക്ഷേ അവരോടെല്ലാം കർത്താവ് ശക്തമായി ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആണ്ടുകൾ കഴിയും മുമ്പേ പ്രവൃത്തിയെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിലേക്ക് നമുക്ക് അടുത്തില്ല. ആ യേശുവിൽ നമുക്ക് ശക്തമായി ആശ്രയിക്കാം. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഈ വർഷം തീരുന്നതിന് മുമ്പ് നടക്കേണ്ട കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത വർഷത്തേതല്ല, അടുത്ത വർഷം ആരംഭം മുതലേ തുടങ്ങിക്കോട്ടെ. ജീസസ്. അതും ലേറ്റ് ആക്കണ്ട. അടുത്ത വർഷം ആരംഭം മുതൽ നമ്മുടെ കയ്യിൽ വരേണ്ടത് ലേറ്റ് ആക്കണ്ട. അത് തക്ക സമയത്ത് വന്നോട്ടെ. അങ്ങനെയെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ, ഈ വർഷം കൊണ്ട് നമുക്ക് ഈ വർഷത്തിൽ ലഭിക്കേണ്ടിയിരുന്നത് ഇന്ന് വരെ താമസിപ്പിച്ചെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ഹല്ലേലൂയ നമ്മുടെ കയ്യിൽ വരുവാൻ. യെസ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുക. സന്ദേശം കേൾക്കുന്നവർ നിങ്ങളത് പ്രാപിക്കുമ്പോൾ തിരികെ വിളിച്ചു പറയണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. നിശ്ചയമായും ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തി വെളിപ്പെടും. യെസ്, ദൈവാത്മാവ് ശക്തമായി ഇടപെടുക. ആരൊക്കെയോ വളരെ ഭാരത്തോടെ ഇരുന്നവരുണ്ട്, ഈ വർഷവും ഇത് നടന്നില്ലല്ലോ അതോർത്ത് ഞരങ്ങുന്നവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്. അവരോട് ആ ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നത്. ഇന്ന് തുടങ്ങിക്കേ ഒന്ന് മല്ലുപിടിച്ച് ശക്തമായി യേശുവിനോട് ഹല്ലേലൂയ പോരാടി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ശക്തമായി ഇന്ന് പ്രാർത്ഥിച്ചേ. പ്രാർത്ഥനയിൽ തന്റെ മഹത്വം ഇറങ്ങി വരട്ടെ. കൊല്ലം നിലവിളിച്ചതുപോലെ നിലവിളിച്ച് ജീസസ്. ഹല്ലേലൂയ. കൊല്ലന്റെ നിലവിളിയെ മുന്നടക്കുന്നവർ തടയുവാൻ ശ്രമിച്ചെങ്കിലും യേശു അത് കേട്ടു. അവനെ വിളിക്ക ജീസസ്. അതേ പ്രിയമുള്ളവനെ, എത്ര തടസ്സം കൊണ്ടുവന്നാലും നിലവിളി കർത്താവിന്റെ ചെവി കേൾക്കും. ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാ പറഞ്ഞു? അവൻ ചോദിച്ചു, ഹല്ലേലൂയ. കർത്താവ് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തേനാണ്? കൊല്ലം പറഞ്ഞു, കർത്താവേ എനിക്ക് കാഴ്ച കിട്ടണം. ജീസസ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. ആണ്ടുകൾ കഴിയും മുമ്പേ ചില ഭവനങ്ങളിൽ വിലാപമുയരണമെന്ന് പറഞ്ഞ് ദുഷ്ടൻ ഒരുക്കി വെച്ച പദ്ധതിയുടെ മേൽ ഇന്ന് പകൽ ദൈവ തേജസ് ഇറങ്ങുകയാണ്. ചില അപകടങ്ങൾ വരുത്തി തകർത്ത് കളയുമെന്ന് വാദിച്ച സ്ഥാനത്ത് ദൈവ മഹത്വം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. അർഖാരാജ, ഹസ്താരാജ, അജല, അഴകന, ഹന്തൽ പ്രവര, ഷൈഡേ റവലി, അക്ഷരേ റിവതരേ ഹന്തൽ പ്രവര. താങ്ക് യു ജീസസ്. വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടാതെ ഹല്ലേലൂയ പിശാചിന്റെ ഇഷ്ടത്തിന് കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. മല്ലുപിടിക്കാൻ തയ്യാറാകട്ടെ. ജീസസ്. ഹല്ലേലൂയ. അത് പ്രവാചകൻ പറഞ്ഞതുപോലെ ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവമേ അങ്ങയുടെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഒതുങ്ങിയിരുന്ന സ്ഥാനത്ത് നിന്ന്, മൂടിവെച്ച സ്ഥാനത്ത് നിന്ന്
ജീവനോടെ വരുന്നത് പോലെ, അല്ലെങ്കിൽ ഉദരത്തിൽ ഉരുവാകുന്ന കുഞ്ഞ് ആ 9 മാസവും അറിയത്തില്ല, എന്നാൽ പുറത്തു വന്നു കഴിയുന്നത് ജീവനോടെ വന്ന് ഹല്ലേലൂയ അത് കരഞ്ഞ് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നത് പോലെ, ചിരിച്ച് സന്തോഷിപ്പിക്കുന്ന പോലെ, അകത്തിരുന്ന് ഒതുങ്ങിയിരുന്നത് ജീവനോടെ പുറത്തു വരട്ടെ ഈ ദിവസങ്ങളിൽ. ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അല്ലേ? എന്നിട്ട് ഒരു വാക്കൂടെ പ്രവാചകൻ പറഞ്ഞു, യഹോവേ ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ. ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രവൃത്തികളെല്ലാം കണ്ടിട്ട് ദൈവത്തിന് ഭയങ്കര കോപമല്ല, ക്രോധമായി. അതിനെ ആ കോവിഡ് അയച്ചത്. എന്നിട്ടും വല്ല മനസ്സാന്തരം ഉണ്ടോ? പക്ഷേ പ്രവാചകൻ ഇടവിൽ നിന്ന് പറയുകയാണ്, ക്രോധത്തിങ്കിൽ കരുണയോർക്കണമേ. ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമങ്ങളെല്ലാം വായിക്കുമ്പോൾ യേശുവിന്റെ അടുക്കിലേക്ക്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും എല്ലാം യഹോവ കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമാണല്ലോ. മനസ്സോടെ അല്ലല്ലോ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്നത്. മനസ്സുണ്ടായിട്ടല്ല, അവർ മാനസാന്തരപ്പെടാൻ വേണ്ടിയ സ്തോത്രം. ഇതേ പ്രവചനത്തിലെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് നോന്നാട്ടെ. ഞാൻ കേട്ട് എന്റെ ഉദരം വിഴുങ്ങിപ്പോയി, മുഴക്കം ഹേതുവായി എന്റെ അധരം വിറച്ചു. അതിനുമുമ്പേ ഹല്ലേലൂയ സ്തോത്രം, അമ്മകളിലെ പ്രാർത്ഥന ഹല്ലേലൂയ നമുക്ക് താഴോട്ട് വായിക്കാം. സ്തോത്രം 12-ാം വാക്യത്തിൽ വായിക്കാം. ക്രോധത്തോടെ നീ ഭൂമിയിൽ ചവിട്ടുന്നു, കോപത്തോടെ ജാതികളെ മെതിക്കുന്നു. നിന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായിട്ടും നിന്റെ അഭിഷിക്തന്റെ രക്ഷയ്ക്കായിട്ട് നീ പുറപ്പെടുന്നു. നീ ദുഷ്ടന്റെ വീട്ടിൽ നിന്ന് മോന്തായം തകർത്തു, അടിസ്ഥാനത്തെ കഴുത്തോളം അനാവൃതമാക്കുന്നു. നീ അവന്റെ കുന്തങ്ങളെ കൊണ്ട് അവന്റെ യോദ്ധാക്കളുടെ തല കുത്തി തുളയ്ക്കുന്നു. എന്നെ ചിതറിക്കേണ്ടതിനെ അവർ ചുഴലിക്കാറ്റ് പോലെ വരുന്നു. കണ്ടോ, ഇപ്പൊ പ്രാചീൻ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ച്, എന്നെ ചിതറിക്കേണ്ടതിന് ശത്രു എങ്ങനെ വരുന്ന പറഞ്ഞേ, ചുഴലിക്കാറ്റ് പോലെ വരുന്നു. പിന്നെ എളിയവനെ മറവിലിച്ചു വീഴുവാൻ പോകുന്നത് പോലെ അവർ ഉല്ലസിക്കുന്നു. നിന്റെ കുതിരകളോടുകൂടെ നീ സമുദ്രത്തിൽ പെരുവെള്ളക്കൂട്ടത്തിൽ തന്നെ നടകൊള്ളുന്നു. ഞാൻ കേട്ടു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ദൈവത്തെ കുറിച്ചുള്ള കാര്യങ്ങള് ഈ 3-ാം വാക്യം അതിൽ വായിച്ച് ആ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പ്രവാചകൻ ഇത് പ്രവചനാത്മാവിൽ പാടിയിട്ട്, അപ്പൊ പാടി വന്നപ്പോൾ ഇത് താൻ കേൾക്കുകയും കൂടി ചെയ്യുകയാണല്ലോ. അപ്പൊ കേൾക്കുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞു, ഞാൻ കേട്ടിട്ട് എന്റെ വയറ് കുലുങ്ങിപ്പോയെന്ന്. ജീസസ് വയറ് കുലുങ്ങിപ്പോയി. ആ ശബ്ദത്തിന്റെ മുഴക്കം ഹേതുവായിട്ട് എന്റെ വായ വിറച്ചുപോയി. ജീസസ്. എന്നിട്ട് ജനത്തെ ആക്രമിപ്പാൻ പുറപ്പെടുമ്പോൾ കഷ്ട ദിവസത്തിൽ ഞാൻ വിശ്രമിച്ചിരിക്കേണ്ടത് കൊണ്ട് എന്റെ അസ്ഥികൾ ഉരുക്കം തട്ടി ഞാൻ നിന്ന നിലയിൽ വിറച്ചുപോയി. അപ്പം ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ പ്രവാചകൻ പറയാണ്, ഞാൻ നിന്ന നിലയിൽ വിറച്ചുപോയി. ദേശത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ജനം വിറച്ചു പോകും. അങ്ങനത്തെ കാര്യങ്ങൾ ഇനി വെളിപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് പറയാണ്, പിന്നെ അപ്പൊ പിന്നെ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അവനോട് പറയുന്നത് എന്നാ പറയുന്നു, അത്തിവൃക്ഷം അത്തി തളർക്കുമെന്ന യേശു പറഞ്ഞത്. തളർത്തുന്നത് എന്ത് ചെയ്യുന്നു പറഞ്ഞു, അത് വരും. കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തോണം, എന്റെ വരവേറ്റവും അടുത്തു. ഇവിടെ പ്രവാചകൻ പറഞ്ഞു, അത്തിവൃക്ഷം തളർത്തില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകത്തില്ല, മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുക എന്ന് പറഞ്ഞ ക്ഷാമം ഉണ്ടാകുന്ന അതിന്റെ അർത്ഥം. കൃഷി ചെയ്താൽ ഫലം ഉണ്ടാകത്തില്ല, അപ്പൊ അതിന്റെ അർത്ഥം ക്ഷാമം ഉണ്ടാകും.
ക്ഷാമം വരും. ആട്ടിൻകൂട്ടം ഇനി നോക്കിയേ, ആട് മാട് ഇതെല്ലാം ഇനി നശിച്ചു പോകും. ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. ഞാൻ യഹോവയിൽ ആനന്ദിക്കും. കണ്ടോ? അപ്പം ക്ഷാമം ഉണ്ടാകട്ടെ, മറ്റു കാര്യങ്ങളെല്ലാം പോകട്ടെ, ഈ കന്നുകാലികളൊക്കെ നശിച്ചു പോകട്ടെ, ജീസസ്. പക്ഷേ ഇതൊക്കെ സംഭവിച്ചാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, രക്ഷയുടെ ദൈവത്തിങ്കൽ ഉല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു. അവൻ എന്റെ കാലുകൾ പേടമാൻ കാല് പോലെ ആക്കുന്നു. ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കും. അപ്പൊ ദേശത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം ഇവിടെ പ്രവാചകൻ ആത്മാവിൽ ദൂത് പറഞ്ഞിട്ട് അവസാനം പറയാണ്, എന്തെല്ലാം സംഭവിച്ചോട്ടെ, അതൊന്നും എന്നെ ബാധിക്കത്തില്ല. എന്നാ പറഞ്ഞേ? എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഹല്ലേലൂയ. പിന്നെ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ഉന്നതികളിൽ എന്നെ നടക്കുമാറാക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നാളുകളിൽ ഞാൻ ഓടുന്നത് പേടമാനെ പോലെയായി. മാൻ ഓടുന്നത് പോലെ ഞാൻ ആത്മാവിൽ തീ പിടിച്ചോടും. ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കും. ഹല്ലേലൂയ. എത്ര പേർ കടന്നു വിശ്വസിക്കാൻ പറ്റും? ഫിലിപ്പോസിനെ ഉന്നതികളിൽ നടക്കുമാറാക്കി. എവിടുന്ന്? ഹല്ലേലൂയ, സ്തോത്രം. ആ രസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിൽ നിന്ന് ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. നമ്മൾ വചനത്തിൽ വായിക്കുന്നു, പിന്നത്തേതിൽ ഫിലിപ്പോസിനെ അസ്തോദിൽ കണ്ടു. അവിടുന്ന് യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിൽ സുവിശേഷം പറഞ്ഞ് കൈസരിയിലെത്തി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ നോക്കിക്കേ, ഉന്നതികളിൽ മേൽ നടത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ അങ്ങയുടെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് തുടർന്നു വരുന്ന ഓരോ കാര്യങ്ങൾ, പ്രാർത്ഥന ശരിക്കും വായിച്ചാൽ അത് മനസ്സിലാകും. അവസാനം വരുമ്പോൾ പറയുകയാണ്, അത്തിവൃക്ഷം തളിർക്കത്തില്ല, മുന്തിരിവള്ളി അനുഭവം തരത്തില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം എന്ന് പറഞ്ഞാൽ അത് ഒലിവ് ഉണ്ടാകത്തില്ല, അതിനുള്ള എണ്ണയൊക്കെ എടുക്കുന്നത്. കൃഷി ചെയ്താൽ വിള ഗോതമ്പോ ഒക്കെ വിതച്ചാൽ അത് ഫലമില്ലാതെ പോകും. മനുഷ്യന് പ്രമോദമാകുന്ന ഇറച്ചികൾ ഇല്ലാതെ പോകും. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? സ്വത്രം ക്ഷാമം ശക്തമായി വെളിപ്പെടും. ഇനി ഗോതമ്പോ അരിയോ ഒന്നും ഇല്ലെങ്കിലും ഇറച്ചി ഞാൻ വിചാരിച്ച അതുമില്ലെങ്കിൽ എന്ത് ചെയ്യും? ജീസസ്. ക്ഷാമം ശക്തമായി വെളിപ്പെടും. പക്ഷെ പ്രവാചകൻ പറയാണ്, ഇതെല്ലാം സംഭവിച്ചോട്ടെ, ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഹല്ലേലൂയ. മാത്രമല്ല, എന്റെ കാൽ, ഈ സമയത്ത് എന്റെ കാൽ പേടമാനിന്റെ കാല് പോലെ ആയിരിക്കും. മാത്രമല്ല, ഉന്നതങ്ങളിൽ എന്നെ നടക്കുമാറാക്കും. ആർക്ക് കടന്നു വിശ്വസിക്കാൻ കഴിയും? ആർക്ക് അത് ഊതേറ്റെടുക്കാൻ കഴിയും? അതിനുവേണ്ടി കാത്തിരുന്ന ആത്മശക്തി പ്രാപിക്കുവാൻ എത്ര പേർ കാർത്തി ഉണ്ടാകും? ആത്മപകർച്ചയുടെ നാളുകളിൽ പേടമാനെ പോലെ ഓടുന്ന ഒരു ആത്മാവിന്റെ തീ പിടിച്ചോടുന്ന അനുഭവം വെളിപ്പെടാൻ പോകുകയാണ് മുന്നിൽ വരുന്ന നാളുകളിൽ. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ അങ്ങയുടെ പ്രവൃത്തി ജീവനോടെ വെളിപ്പെടുന്ന നാളുകൾ മുന്നിൽ വരാൻ പോവുകയാണ്. കഴിഞ്ഞ ഈ 2021 വെളിപ്പെടാനുള്ളത് വെളിപ്പെടുക മാത്രമല്ല, 22 മുതൽ മുന്നോട്ട് എന്തൊക്കെ സംഭവിക്കുമോ അതിന്റെ എല്ലാം മധ്യത്തിൽ ആത്മാവിൽ തീ പിടിച്ചവരെ പോലെ ഓടുവാൻ, ശത്രുവിന്റെ മുമ്പിൽ ഓടുന്ന മാനിനെ പോലെ, കരടിന്റെയും സിംഹത്തിന്റെയും ഒക്കെ മുമ്പിൽ ഓടുന്ന മാനിനെ പോലെ ഓടുവാനുള്ള ആത്മാവിന്റെ ബലം ജീസസ് പകരപ്പെടാൻ പോകുന്ന നാളുകളാണ് മുമ്പിലുള്ളത്. ജീസസ് ഏൽപ്പിച്ച് സ്വീകരിക്കുവാൻ കഴിയുമോ? പോരാ. കർത്താവ് പിന്നെയും പറയുന്നു, ഉന്നതികളിൽ മേൽ നടക്കുമാറാക്കും. ഹല്ലേലൂയ.
ശത്രുവിന് പിടിക്കുവാൻ കഴിയാത്ത തലത്തിൽ ഉന്നതികളിൽ മേൽ നടക്കുമാറാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ദാവീദിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആ ഫെലിസ്തീനുമായുള്ള യുദ്ധത്തിൽ ഒരു പ്രാവശ്യം ഹല്ലേലൂയ ദൈവം പറഞ്ഞു, നീ പോകണ്ട, നീ അവിടെ നിന്നോ, നീ ഒരു കാര്യം ചെയ്യണം. ബാഖാവൃക്ഷങ്ങളുടെ അഗ്രത്തിൽ കൂടെ പടയാളികൾ നടക്കുന്ന ഒച്ച നീ കേൾക്കും. ദൈവത്തിന്റെ പ്രവൃത്തി നോക്കിക്കേ. ബാഖാവൃക്ഷങ്ങളുടെ അഗ്രത്തിൽ കൂടെ വളരെ അസാധ്യമായ കാര്യം പറയുന്നത്. മാനുഷിക നിലയിൽ ഒരു വൃക്ഷത്തിന്റെ അഗ്രത്തിൽ കൂടെ നടക്കാൻ കഴിയുമോ? ഇല്ല. പക്ഷെ ദൈവത്തിന് കഴിയും. ആരാ നടന്നത്? ദൂതന്മാർ. ഹല്ലേലൂയ. അവര് വൃക്ഷത്തിന്റെ അഗ്രത്തിൽ കൂടെ നടന്ന ശബ്ദം താഴെ കേട്ടത് പടയാളികൾ നടക്കുന്ന പോലെയാ. ആ ശബ്ദം നിന്റെ കാതിൽ കേൾക്കുമ്പോൾ നീ പുറപ്പെട്ടു. ജീസസ്, നീ ജയിച്ചിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നാം പ്രാപിക്കേണ്ട അനുഭവം അന്ന് ദാവീദിനോട് ദൈവം പറഞ്ഞു കൊടുത്തത്. ചില ശബ്ദങ്ങൾ നമുക്ക് വേണ്ടി പുറപ്പെടുന്ന ഇറങ്ങി വരുന്ന ദൂതന്മാരുടെ ശബ്ദം. ബാഖാവൃക്ഷങ്ങൾ പോലെ ഇന്ന് നമ്മൾ കാണുന്ന അത് അവിടെയല്ലേ ഉള്ള ഇന്ന് നമ്മൾ കാണുന്ന വൃക്ഷങ്ങളുടെ മുകളിൽ കൂടെ നടക്കുന്ന ദൂതന്മാരുടെ ശബ്ദം. പടയാളികൾ നടക്കുന്ന ബൂട്ടിട്ട് അവർ മാർച്ച് ചെയ്യുന്ന ശബ്ദം പോലെ നമുക്ക് വേണ്ടി ചില ശബ്ദങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. അതിനുവേണ്ടി നമ്മൾ ആർത്തിയോടെ അടുത്തു ചെല്ലുമ്പോൾ വെളിപ്പെട്ടു വരുന്ന ശബ്ദത്തിന് മുമ്പിൽ ശത്രു ചെതറിപ്പോകുക മാത്രമല്ല, നമുക്കുള്ള ജയം നമ്മുടെ കരത്തിൽ വന്നിരിക്കും. ജീസസ്. ഹല്ലേലൂയ. പ്രവാചകൻ പറഞ്ഞു തുടങ്ങിയ പ്രാർത്ഥന, യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ വെളിപ്പെടുത്തണം. വെളിപ്പെട്ട് നമ്മുടെ കയ്യിൽ വരണം. അതാ വിഷയം. വെളിപ്പെട്ടാൽ പോരാ, നമ്മുടെ കയ്യിൽ വരണം. ഹല്ലേലൂയ. ഇതിലേക്കത് വരാൻ പോകുന്നത് മാത്രമല്ല, ഇപ്പോൾ ഈ 5 ദിവസത്തിനുള്ളിൽ ചിലത് നമ്മുടെ കയ്യിൽ വരണം. വെളിപ്പെട്ട് നമ്മുടെ കയ്യിൽ വരണം. ഹല്ലേലൂയ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ഞങ്ങളത് സ്വീകരിക്കുകയാണ് കർത്താവേ. ഞങ്ങളത് പിടിച്ചെടുക്കുകയാണ്. ഹല്ലേലൂയ. ഈ 2021 ഞങ്ങളുടെ കയ്യിൽ വരേണ്ടതായിരുന്നു. ഇതുവരെ താമസിപ്പിച്ചു തടഞ്ഞു വെച്ചെങ്കിൽ ഈ 5 ദിവസത്തിനുള്ളിൽ അത് ഞങ്ങളുടെ കയ്യിൽ വരട്ടെ. ഞങ്ങളത് സ്വീകരിക്കുകയാണ്. ഞങ്ങളത് പിടിച്ചെടുക്കുകയാണ്. യേശുവിനാൽ. അല്ലെ സംഗീതം, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടി കടക്കും. എന്റെ യേശുവിനാൽ ഞങ്ങൾ ആ വാഗ്ദത്തം പിടിച്ചെടുക്കുകയാണ്. അസ്തപ്രവരക റംശേവിനി അജനഘടക്കമനേതക നാജകന അക്ഷപ്രവരക റന്ധപ്രവരകസി അർത്ഥന റിഗതന ഹജന രാജ രഗതന അജമന ഘടക റബല ഹൽക്കെ റിമരി അന്തപ്രവരക റൈഡേ റിമരി അടയര ഘടകര ഘടകര ഹത്തിര വതിര വറുക്കവരാജക അന്തപ്രവരക റൈഡേ റിമരി അർത്ഥപ്രവര മദ്യപാനം നിമിത്തം. ആ മദ്യത്തിന്റെ പാത്രം വൈൻ ഗ്ലാസിനെ കാണിക്കുകയാണ്. മദ്യപാനം നിമിത്തം തകർന്നുപോയ ഭവനം. ഓ റബ റബന റീബൽ കറുക അർത്ഥാറബന ഹടകര ഘടക. എന്നാൽ ദൈവം സ്നേഹിക്കുന്ന അവരതിനകത്തുണ്ട്. ആ ഭവനത്തെ പണിയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ജീസസ്. കേൾക്കുന്ന പ്രിയമുള്ളവർ, നിങ്ങൾക്ക് അങ്ങനെയുള്ള കുടുംബങ്ങൾ അറിയാമെങ്കിൽ അവരോട് ഈ സന്ദേശം കൈമാറട്ടെ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആ തകർന്ന ഭവനത്തെ വെറുതെ മദ്യപിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. മദ്യപാന നിമിത്തം തകർന്നു പോയി. എന്നാൽ തകർന്നതിനെ പണിയുവാൻ എന്റെ യേശു ആഗ്രഹിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ഒന്ന് അടുത്തേരുവാൻ കഴിയുമോ? Thank you, Holy Spirit. Oh, thank you, Holy
Holy Spirit. ലീറാപരക ബൗഡാറപര അടകരകടക അടകാറിപര അർത്ഥപ്രവരക റൈഡി വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ആ ഇരിക്കുന്ന സീറ്റിന്റെ മുകളിലേക്ക് ഒരു മേഘം വന്നിറങ്ങുന്നത് പോലെ വന്നിറങ്ങിയിട്ട് ഉറങ്ങിപ്പോകുന്നൊരു കാഴ്ച, ഉറങ്ങിയ വാഹനം ഇടിച്ചു തകരുന്നൊരു കാഴ്ച ദൈവാത്മാവ് കാണിക്കുന്നു. വാഹനം ഓടിക്കുന്നവർ ശക്തമായി പ്രാർത്ഥിച്ച് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് വാഹനം ഓടിക്കട്ടെ. ലൂറാറവര വർഷം തീരുന്നതിന് മുമ്പ് ആദ്യം എഴുതുന്നു പറഞ്ഞു ഓർക്കുമോ? വിലാപത്തെ കൊണ്ടുവരുവാൻ വാദിക്കുന്ന ഉട്ടല പോലുകൾ. ഓ ഹല്ലേലൂയ! രക്തത്താൽ ജയമെടുക്കുന്നു. വർഷം തീരുന്നതിന് മുമ്പേ ചില ഭവനങ്ങളിൽ വിലാപ ഭവനങ്ങളാക്കി മാറ്റണമെന്ന് വാദിക്കുന്ന ആ പൈശാചികന്റെ പദ്ധതിയെ തകർക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. Rashakarabala, Alkabara, Barukamana Gadagabana, Ajana Gadagabar Andan Pravanagasi, Astara Chabanagadabar Andura Gadagana, Aura Rabana, Hadaga Rigadana, Astana Rigadana, Ajana Madagamana. Thank you, Holy Spirit. Nandi, Parishutanavi, Nandi, Yeshua, Nandi, Yeshua. Luraragara, Rayaraga, Ragal Karadia, Real Kanamashiyambara, Astamanachamanaga, Ajuna, Ragana, Hatuna. Oh, thank you, Jesus. Thank you, Jesus. Hallelujah. Hallelujah. Thank you, Jesus. Hallelujah. നന്ദി കർത്താവേ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലർ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. ചിലർ ശക്തമായ ദൈവ സാന്നിധ്യം അനുഭവിക്കും. ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. നന്ദി പരിശുദ്ധാത്മാവേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ നല്ല കർത്തൃ ദിവസത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഈ 2021 ലാസ്റ്റ് സൺഡേയിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കാൻ, അങ്ങയുടെ മഹത്വം കാണുവാൻ, ഓ ഹല്ലേലൂയ, അങ്ങ് തന്ന ആലോചന കേൾക്കുവാൻ ഞങ്ങളോട് കൃപ തോന്നിയല്ലോ. അത് ഈ ദിവസങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ, ഞങ്ങളുടെ കയ്യിൽ പ്രാപിക്കുവാൻ ഞങ്ങളോട് കരുണ തോന്നണം. ഹല്ലേലൂയ. കരുണ തോന്നണം കർത്താവേ, കരുണ തോന്നണമേ, കൃപ തോന്നണമേ. ഓ ഹല്ലേലൂയ. വചനം കേൾക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളെ ഒന്ന് അനുഗ്രഹിക്കണമേ. വചനത്തിന്റെ ശക്തിയാലുള്ള വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ അവരെ സഹായിക്കും. വെറുതെ കേട്ടുപോകാൻ അല്ല കർത്താവേ, കേൾക്കുന്നവരുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്യട്ടെ. ശക്തമായ ആത്മാവിന്റെ പരിവർത്തനം അതോടുകൂടെ നടക്കട്ടെ. ഒരാത്മാവിൽ ബലപ്പെടട്ടെ, ആത്മാവിൽ പുതുക്കം പ്രാപിക്കട്ടെ. ഓ ഹല്ലേലൂയ. ആത്മാവിൽ ശക്തിപ്പെടട്ടെ കർത്താവേ. വിവിധ വിഷയങ്ങൾ ഭാരപ്പെടുന്നവരുണ്ടല്ലോ, ഞെരുങ്ങുന്നവരുണ്ടല്ലോ. ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടണം. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ഓരോരുത്തരെയും പരിശുദ്ധ ആത്മാവ് സഹായിക്കട്ടെ. പുതിയ വർഷത്തിലേക്ക് വലിയ ആത്മീയ സന്തോഷത്തോടെ പ്രവേശിക്കുവാൻ, ആത്മാവിൽ പുതുക്കം പ്രാപിച്ചവരായി പ്രവേശിക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യ നാമത്തിൽ തന്നെ പിതാവേ. ഹല്ലേലൂയ. സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നിങ്ങളത് യൂട്യൂബിൽ ചാനലിലുണ്ട്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊരു സുവിശേഷ പ്രവർത്തനമാണ്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഞങ്ങൾ പ്രാർത്ഥന വിഷയങ്ങളോടും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച്
നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ കാക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.